നല്ല വൈബും ആംബിയൻസും ഒക്കെയുള്ള സ്ഥലങ്ങളിലിരുന്ന് ഒന്ന് ചില്ല് ചെയ്ത് നല്ല വെറൈറ്റി ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് പൊതുവെ കഫേസ്. എന്നാൽ പോക്കറ്റ് കാലിയാകാതെ സൂക്ഷിക്കുകയും വേണം. നമ്മുടെ തിരുവനന്തപുരത്തും ഇതുപോലൊരു കഫേ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ലൈറ്റിങ്ങും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. ഇതാണ് ടെക്സ്മെക്സ് കഫേ. ഇതിനോട് ചേർന്ന് തന്നെ ഓ ചായ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ ഒരു കുഞ്ഞു ചായപ്പീടി ഉണ്ട് കേട്ടോ. ഇവരുടെ മെനുവിൽ ഒരുപാട് തരം വെറൈറ്റി ഫുഡുകളുണ്ട് കേട്ടോ. ഇൻഫ്യൂസ്ഡ് ചിക്കനും അതുപോലെ തന്നെ ബീഫ് സ്റ്റേക്കും ചിക്കൻ സ്റ്റേക്കും അതുപോലെ തന്നെ പലതരം കോംബോകളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവരുടെ മുകളിലെ നിലയിലാണ് കേട്ടോ ഇരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമ്മളവിടെ എത്തിയ ഉടനെ തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് ആണ് ഓർഡർ ചെയ്തിരുന്നത്. ഓ ചായന്ന് പെട്ടെന്ന് തന്നെ അവർ ആ ഹോട്ട് ചോക്ലേറ്റ് സെർവ് ചെയ്തു കേട്ടോ. 50 രൂപയാണ് ഹോട്ട് ചോക്ലേറ്റിൻ്റെ റേറ്റ്. ഇങ്ങനത്തെ ഒരു കഫേയിൽ അതൊരു ഡീസൻറ്റ് റേറ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നതും ഒരു കഫേയിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എനിക്കെപ്പോഴും തോന്നാറുള്ളത്, നമ്മൾ കഫേയിലായിരിക്കുമ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിരിക്കും. അധികം ശബ്ദമൊന്നും ഇല്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ആവുമ്പോൾ നമ്മൾ ആ വൈബിൽ അങ്ങ് ഇരുന്ന് ഫുഡ് കഴിച്ചു പോകും കേട്ടോ. പിന്നെ കഴിക്കുന്ന ഫുഡ് ഇത്തിരി വെറൈറ്റിയും കൂടിയാണെങ്കിൽ സൂപ്പറാണേ. ഇന്നിപ്പോൾ നമ്മൾ കഴിച്ചത് ബീഫ് സ്റ്റേക്കാണ്. എനിക്ക് പൊതുവേ ബീഫ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഏട്ടൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ ബീഫ് സ്റ്റേക്ക്. അതിൻ്റെ കൂടെയുള്ളതാണ് ആ പൊട്ടറ്റോ വെഡ്ജസും അതിൻ്റെ കൂടെയുള്ള സാലഡും ഒക്കെ. ചില സ്ഥലങ്ങളിലെ ബീഫ് സ്റ്റേക്ക് ഏതാണ്ട് റബ്ബറും കഷ്ണം പോലെയാണ് കേട്ടോ ഉണ്ടാവാറ്. എന്നാൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തത് ഈ ഇൻഫ്യൂസ്ഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ. നല്ല ചീസി ആയിട്ടുള്ള, അന്ന് ഭയങ്കര ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ചിക്കനാണ്. അതിൻ്റെ കൂടെയും പൊട്ടറ്റോ വെഡ്ജസും ഗാർലിക് ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നേ. പിള്ളേർക്ക് ഒരു ബർഗറും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസുമാണ് ഓർഡർ ചെയ്തത്. ബർഗറും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലത്തെ ഹൈലൈറ്റ് ബീഫ് സ്റ്റേക്ക് തന്നെയായിരുന്നു കേട്ടോ. ഇത്തരം ഫുഡുകളൊക്കെ എപ്പോഴും കഴിക്കാനൊന്നും പറ്റിയതല്ല കേട്ടോ. എന്നാൽ വല്ലപ്പോഴും ഒരുപാട് സന്തോഷം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊന്ന് ചില്ല് ചെയ്യണം തോന്നുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് ഗ്യാദർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ കഫേസിൽ പോയിരിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഫുഡുകളും കഴിക്കാം. പണ്ടൊക്കെ മാസത്തിലൊരിക്കലൊക്കെയാണ് കേട്ടോ ഒന്ന് റെസ്റ്റോറൻറ്റ് കയറ്റാം. അതും റെസ്റ്റോറൻ്റ് അല്ല, ഹോട്ടലായിരുന്നു അന്ന്. ഇപ്പോഴൊക്കെയല്ലേ റെസ്റ്റോറൻറ്റും ഹോട്ടലും തമ്മിലുള്ള ഡിഫറൻസ് പോലും മനസ്സിലായത്. ഡാഡിക്ക് പണ്ട് 1-ാം തീയതി സാലറി കിട്ടുമ്പോൾ അന്ന് കൊണ്ടുവരുന്ന ഒരു ഗോബി മഞ്ചൂരിയൻ്റെയും പൊറാട്ടയുടെയും ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും ഇപ്പോഴത്തെ ഫുഡിനില്ലാന്ന് തോന്നുട്ടോ എനിക്ക്. ആദ്യമായിട്ട് ഷവർമ കഴിച്ചതും ഗ്രിൽ ചിക്കൻ കഴിച്ചതൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ഓർത്തു പോയിട്ടോ. ഷവർമയും ഗ്രിൽ ചിക്കനൊന്നും ആദ്യത്തെ ടേസ്റ്റിൽ എനിക്കിഷ്ടപ്പെട്ടേ ഇല്ല. ഷവർമയ്ക്ക് എന്തോ ഒരു റോ ടേസ്റ്റൊക്കെയാണ് അന്ന് തോന്നിയത്. അതുപോലെ ഗ്രിൽ ചിക്കന് ഉള്ളിൽ വേവാത്തൊരു ടേസ്റ്റൊക്കെ. എന്നാൽ ഇന്ന് അതൊക്കെ ഫേവറേറ്റാണ്. ആദ്യമായി കുന്നംകുളത്തെ ഷവർമ വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. ദുബായ്ക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഷവർമ വന്നിട്ടുണ്ട്, നമ്മുടെ കുന്നംകുളത്തും ദുബായിൽ ഷവർമ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞായിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് അത് മേടിച്ച് കഴിച്ചു നോക്കിയിട്ട് പറയും, അയ്യേ ഇതിന് ദുബായിലെ ഷവർമയുടെ ടേസ്റ്റ് അല്ലാന്ന്. തിരുവനന്തപുരത്തുള്ള പല കഫേസും ഭയങ്കര നിശബ്ദതയാണ് കേട്ടോ. ഞങ്ങളെപ്പോലെ പിള്ളേരിനെയായിട്ട് പോകുന്ന ആൾക്കാർക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ കാരണം മറ്റുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണ്. അവരൊക്കെ റിലാക്സ് ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ പിള്ളേരുടെ വെച്ചുകൊണ്ട് അവരും കിടന്ന് ബുദ്ധിമുട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടെക്സ്മെക്സ് കഫേ ഞങ്ങൾക്ക് അത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് റോഡിൻ്റെ സൈഡായതുകൊണ്ട് അത്യാവശ്യം സൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നായിട്ട് ഭയങ്കര നല്ല ആംബിയൻസും ആയിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കഫേയാണ് ഈ ടെക്സ്മെക്സ് കഫേ. നമ്മുടെ അമ്പലമുക്കാണ് കേട്ടോ. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു വ്ളോഗുകൾക്കും ഫുഡ് വ്ളോഗുകൾക്കൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.